അഫയേഴ്സ്, GK, ജനറൽ നോളജ്, UPSC, IAS, ബാങ്കിംഗ്, IBPS, SSC, സംസ്ഥാന സിവിൽ സർവീസസ് പരീക്ഷകൾക്കുള്ള പൊതുപഠനം. GK ടുഡേ പ്രസിദ്ധീകരിച്ചത്. ആഗോള കാർഷിക കയറ്റുമതിയിൽ ഇന്ത്യ 8ാം സ്ഥാനം നിലനിർത്തി. 2023-ൽ ലോകമെമ്പാടുമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യ 8ാമത്തെ വലിയ രാജ്യമായി തുടർന്നു. എന്നിരുന്നാലും, ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി 2022-ൽ $55 ബില്യൺ നിന്ന് $51 ബില്യൺ കുറഞ്ഞു. മറ്റ് പല മുൻനിര രാജ്യങ്ങളും കണ്ട സമയത്താണ് ഈ ഇടിവ് സംഭവിച്ചത്. വിഭാഗം, റിപ്പോർട്ടുകളും സൂചികകളും നിലവിലെ കാര്യങ്ങൾ. തരംഗ ശക്തി 2024. ഇന്ത്യൻ എയർഫോഴ്സ് IAF 2024 ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തരംഗ ശക്തി എന്ന പേരിൽ ഏറ്റവും വലിയ ബഹുമുഖ സൈനികാഭ്യാസം നടത്താൻ ഒരുങ്ങുകയാണ്. ശക്തമായ അന്താരാഷ്ട്ര പ്രതിരോധ ബന്ധങ്ങളും സൈനിക പങ്കാളിത്തവും കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. ലക്ഷ്യം: ഭാരതീയ വായുയാൻ വിധേയക് 2024. സിവിൽ ഏവിയേഷൻ മന്ത്രി കെ. റാം മോഹൻ നായിഡു ലോക്സഭയിൽ അവതരിപ്പിച്ച ഭാരതീയ വായുയാൻ വിധേയക് 2024 1934-ലെ പഴയ എയർക്രാഫ്റ്റ് ആക്ടിന് പകരമുള്ള പുതിയ നിയമമാണ്. ഈ പുതിയ നിയമം പരിഷ്കരിക്കുന്നതിനും ലളിതമാക്കുന്നതിനും വേണ്ടിയാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ കണ്ടെത്തിയ പുതിയ ബെൻഡ് ടോഡ് ഗെക്കോ സ്പീഷീസ്. ഇന്ത്യയിലെയും യുകെയിലെയും ശാസ്ത്രജ്ഞർ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ 6 പുതിയ ഇനം വളഞ്ഞ ഗെക്കോകളെ അടുത്തിടെ കണ്ടെത്തി. ഈ കണ്ടെത്തൽ ഈ പ്രദേശത്തിന്റെ സമ്പന്നവും വലിയതോതിൽ മറഞ്ഞിരിക്കുന്നതുമായ പാരിസ്ഥിതിക വൈവിധ്യത്തെ ഉയർത്തിക്കാട്ടുന്നു, നടന്നുകൊണ്ടിരിക്കുന്ന ജൈവ പര്യവേക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ. വിഭാഗം, സയൻസ് ആൻഡ് ടെക്നോളജി. കറന്റ് അഫയേഴ്സ്. എന്താണ് കർണാടക മുട അഴിമതി? മൈസൂരു നഗര വികസന അതോറിറ്റി മുട സ്വകാര്യ സ്വത്ത് ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരമായി ഭൂമി വിട്ടുനൽകിയേക്കാവുന്ന അന്യായമായ നടപടികളുടെ അന്വേഷണത്തിലാണ്. കർണാടക മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിക്കെതിരെ ആരോപണമുയർന്നതോടെയാണ് വിഷയം കൂടുതൽ ഗൌരവതരമായത്. NCERT സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 6 മുതൽ 8 വരെ ഭാഗില്ലാത്ത 10 ദിവസങ്ങൾ നിർദ്ദേശിക്കുന്നു. 6 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് NCERT 10 ബാഗ്ലെസ് ഡേകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ പഠനവും തൊഴിൽപരമായ അനുഭവങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഭാഗില്ലാത്ത ദിവസങ്ങളുടെ ഉദ്ദേശം: ഇന്ത്യയുടെ മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുന്നതിനായി ADB $200 മില്യൺ വായ്പ നൽകുന്നു. ഇന്ത്യയിലുടനീളമുള്ള 100 നഗരങ്ങളിൽ കരമാലിന്യവും ശുചീകരണവും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് മെച്ചപ്പെടുത്തുന്നതിന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB $200 മില്യൺ വായ്പ അനുവദിച്ചു. ഈ പദ്ധതി സ്വച്ഛ് ഭാരത് മിഷൻ 2.0യുടെ ഭാഗമാണ്. ഇത് ശുചിത്വം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. കീറ്റ് യൂണിവേഴ്സിറ്റി UNECOSOC പ്രത്യേക കൺസൾട്ടേറ്റീവ് പദവി അനുവദിച്ചു. യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ UNECOSOC പ്രത്യേക ബഹുമതി കെയ്ഡിക്ക് KIITDU ലഭിച്ചു. 2024 ജൂലൈ 23 ന്യൂയോർക്കിൽ നൽകിയ ഈ അംഗീകാരം കീറ്റ് ഡൂനെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നു.